വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ പ്രഡിക്ഷൻ. ഇന്ന് ചാമ്പ്യൻസ് ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് റയൽ മാഡ്രിഡ് ആണ്. എപ്പോഴും കാണുന്ന ഒരു ഗെയിം, എല്ലാ വർഷവും അങ്ങനെ ഫെമിലിയർ ആയ ഒരു ഫിക്സറായി. അതെ, നമ്മൾ ചാമ്പ്യൻസ് ലീഗിൽ ഒരു പുതിയ രണ്ട് ടീമുകൾ ഏറ്റുമുട്ടുന്നതിൻ്റെ ഒരു ത്രില്ലില്ല. ബട്ട് സ്റ്റിൽ രണ്ട് ടീമും ടോപ്പ് ടീംസ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല മാച്ച് ആയിരിക്കും എന്ന് വിചാരിക്കുന്നത്. പക്ഷെ രണ്ട് ടീമും ടോപ്പ് ടീമാണെങ്കിലും ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് ഭയങ്കര എന്താ പറയുക, ഏറ്റവും വീക്കസ്റ്റ് പോയിന്റിലുള്ള രണ്ട് ടീമാണ്. അതെ, പ്രീമിയർ ലീഗിലാണെങ്കിൽ സിറ്റി ഭരിച്ച് പ്രീമിയർ ലീഗ് കുറേ കാലങ്ങളായിട്ട് ഭരിക്കുന്ന ഒരു ടീം. റിയൽ മാഡ്രിഡ് ആണെങ്കിലും ചാമ്പ്യൻസ് ലീഗിലും അല്ലെങ്കിൽ ലാലിഗിലൊക്കെ നല്ലൊരു പെർഫോമൻസ് കാഴ്ചക്കുന്ന ടീമാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ പറഞ്ഞാൽ രണ്ട് ടീമും ഓരോ ബോട്ടത്തിലാണ്. അതെ, സാന്റിയാഗോ പറഞ്ഞപ്പോൾ തന്നെയാണ് മാച്ച് വരുന്നത്. റിയൽ മാഡ്രിഡിന് കുറേ ഇഞ്ചുറീസ് ഉണ്ട്. സിറ്റി ഓക്കെയാണ്, സിറ്റിക്ക് അങ്ങനെ വലിയ ഇഞ്ചുറീസും കാര്യങ്ങളൊന്നുമില്ല. രണ്ട് ടീമിലും സ്ട്രൈക്കേഴ്സ് തന്നെയാണ് മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. എംബാപ്പെ ആൻഡ് ഹാലൻഡ്. അതെ, നമ്മള് വേൾഡ് കപ്പിൽ ഇനി കാണാൻ പോണ ഒരു ഫിക്സ്ചർ ആണ്. അതെ, അത് നമ്മളിപ്പോ ഫസ്റ്റ് ടൈം കാണാൻ പോവാണ്. അതൊരു എക്സൈറ്റ്മെന്റ് ഉള്ള ഒരു സാധനമാണ്. അപ്പൊ ഞാൻ പറയുന്നത് സിറ്റി തന്നെ ജയിക്കുന്നതാണ്. ഒരു 2-1 സിറ്റി ജയിക്കുന്നുള്ള ഒരു ഫിക്സറാണ് ഞാൻ കാണുന്നത്. ഞാൻ 3-1 സിറ്റി ജയിക്കുന്ന വിചാരിക്കുന്നത്. കാരണം റിയൽ മാഡ്രിഡിന്റെ വളരെ ഷോക്കൻ ഡിഫൻസും സെൽറ്റാവിഗോന്റെ കൂടെയുള്ള കളിയൊക്കെ നമ്മൾ കണ്ടതാണ്. സോ എല്ലാവരും പ്രഡിക്ഷൻസ് ഒക്കെ കമന്റ് ചെയ്യാം.